ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോഴെല്ലാം എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അയത്തുള്ള ഖമേനി എവിടെ പോയി എന്നുള്ളത്. ഈ അയത്തുള്ള ഖമേനി ഇറാനും ഇസ്രായേലും യുദ്ധം നടക്കുമ്പോൾ ബങ്കറിലേക്ക് ഓടി രക്ഷപ്പെടും. അങ്ങനെ ബങ്കറിലേക്ക് ഓടി രക്ഷപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ചാകര വരുന്നത് പല ഓൺലൈൻ ന്യൂസ് ചാനലുകൾക്കും പല സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകൾക്കും പല പത്രങ്ങൾക്കുമാണ് എന്നുള്ളതാണ്. കാരണം അയത്തുള്ള ഖമേനിയെ കാണാനില്ല, അയത്തുള്ള ഖമേനി മരിച്ചു എന്നൊക്കെയാണ് അവർക്ക് ആ സമയത്ത് വാർത്തയടിക്കാനുള്ള സുവർണാവസരം ലഭിക്കുക. എന്തായാലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം കുറച്ചു കാലത്തേക്ക് നിലച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അയത്തുള്ള ഖമേനി ബങ്കറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബങ്കറിൽ നിന്ന് അയത്തുള്ള ഖമേനി പുറത്തിറങ്ങി വരാത്തതിൻ്റെ കാരണം ഇസ്രായേലിനെ ഭയന്നിട്ടാണ് എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു യഥാർത്ഥത്തിൽ ഞങ്ങൾ അയത്തുള്ള ഖമേനിയെ തിരഞ്ഞു, പക്ഷേ അയത്തുള്ള ഖമേനി എവിടെയാണെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനായി സാധിച്ചില്ല, അതുകൊണ്ടാണ് അയത്തുള്ള ഖമേനിയെ ഞങ്ങൾ വധിക്കാതിരുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞ് അയത്തുള്ള ഖമേനി പുറത്തേക്ക് വരാനിരിക്കുകയാണോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. അതോ അയത്തുള്ള ഖമേനിയുടെ മരണം നടന്നു കഴിഞ്ഞോ എന്നുള്ളതാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. എന്തായാലും മരണം നടക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ നെതന്യാഹു ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഖമേനിയെ ഞങ്ങൾ തിരഞ്ഞു കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത്. എന്തായാലും ഇറാൻ്റെ ആ ഒരു പഴയ ഒരു പ്രതാപത്തിലേക്ക് വരാൻ സമയമെടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. വെടിനിർത്തലിന് ശേഷവും ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമേനിയെ കാണാനില്ല. വാസ്തവത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാനിൽ പോലും ഇയാളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതേസമയം ഇറാനിൽ നിന്ന് ഈ യുദ്ധം നടക്കുമ്പോൾ ഒമാനിലേക്ക് പ്രസിഡന്റിൻ്റെ വിമാനം പറന്നു പോയിട്ടുണ്ട്. അതിൽ ഖമേനിയും കുടുംബവും ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഇറാനിൽ എല്ലായ്പ്പോഴും അന്തിമ തീരുമാനമായി കണക്കാക്കപ്പെടുന്ന ഖമേനി ഇറാനിൽ തുടരുന്ന പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ ഒരാഴ്ചയായി പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്തായാലും ഖമേനിയെ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നവർ അവരുടെ കടമകൾ നന്നായി വഹിക്കുന്നുണ്ടെന്ന് ഖമേനിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥർ മെഹദി ഫാസിൽ പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ നേതാവിനൊപ്പം വിജയം ആഘോഷിക്കാൻ ഉടനെ തന്നെ കഴിയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിനെ കാണാനില്ല എന്ന ചോദ്യം ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ അവതാരകനായിട്ടുള്ള മെഹദി ഫസ്ലി ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് ഇറാനിൽ ഖമേനിയുടെ തിരോധാനം ഉണ്ടായി, അതായത് നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ, ഇന്ത്യൻ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ, ലോക മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോഴും ഇറാൻ മാധ്യമങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തില്ല. എന്നാൽ ഇറാൻ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പറയുകയാണ് ഖമേനിയെ കാണാനില്ല എന്നുള്ളത്. അത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഖമേനിയെ കാണാനില്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും സാധാരണ പൗരന്മാരും ആശങ്കാകുലരാകുന്നത് സ്വാഭാവികമാണെന്നാണ് ഈ ഇറാനിയൻ മാധ്യമം പറയുന്നത്. ഖമേനി എവിടെയാണെന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ നേരിട്ടുള്ള ഉത്തരം നൽകുന്നതിന് പകരം പരമോന്നത നേതാവിനെ സംരക്ഷിക്കുന്നവർക്ക് മുമ്പിൽ നമ്മൾ തല കുനിക്കണമെന്ന് ഖമേനിയുടെ സഹായി പറയുകയാണ്. അവർ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതാവിനൊപ്പം വിജയം ആഘോഷിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് അവർ പറയുന്നത്. ചുരുക്കത്തിൽ ഫസേലി വ്യക്തമായ ഉത്തരം നൽകുന്നതിന് പകരം അത്തരമൊരു വൃത്താകൃതി, അതായത് കറങ്ങിത്തിരിഞ്ഞുള്ള ഒരു ഉത്തരം നൽകുമ്പോൾ കൂടുതൽ ഊഹാപോഹങ്ങളിലേക്ക് ഇത് നയിക്കുകയാണ്. അതായത് ഖമേനിക്ക് കടുത്ത രോഗം പിടിപെട്ട് രോഗശയ്യയിലാണ് എന്ന് പോലും ഇപ്പോൾ ഇറാനിലെ പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. ഇത് നമ്മൾ പറയുന്നതല്ല, ഇറാനിലെ പല മാധ്യമങ്ങളും എഴുതി പിടിപ്പിക്കുന്നതാണ്. എന്തായാലും നേരത്തെ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ അവർ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അവർ പറയുകയാണ് ഖമേനിയെ കാണാനില്ല, ഖമേനി രോഗബാധിതനാണ് എന്നൊക്കെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.